മെന്റലി റിട്ടാർഡഡ് സ്റ്റുഡൻസ് വന്ന് എഴുതും, അവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു ടീച്ചറിനെ അടുത്ത് വെച്ച് ടീച്ചേഴ്സ് ആ സബ്ജക്റ്റോ അല്ല സബ്ജക്റ്റ് അറിഞ്ഞവരോ വന്ന് എഴുതി കൊടുക്കും. അതിന് തീരെ വയ്യല്ലേ? ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടികളുണ്ടാവും, പാരൻസിന് എത്ര സങ്കടം ഉണ്ടാവും. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അമ്മ എക്സാമിന് പോയപ്പോൾ എന്താ നോക്കണം, പപ്പടം. അത് പപ്പടം, ഇവിടെ അപ്പളം എന്ന് പറയും. എന്താ പറയാ? അപ്പളം. അപ്പളം അവർക്ക് വേണം അപ്പളം. ഇതാ ഇതൊക്കെ അപ്പളാണ്. അപ്പളം ആണോ? അപ്പളാണ്. പപ്പടം പപ്പടം ഉണ്ടാവും ഫ്രണ്ടില്. അത് പറയാം. അല്ല ചുമണ്ടാ? ചുമക്കണൊന്നുമില്ലല്ലോ. ചുമക്കില്ലല്ലോ. ചുമക്കില്ല, പിന്നെ ചുമ ഉണ്ട് അവർക്ക് ചുമയൊന്നുമില്ലടാ. എവിടെ ചുമക്കില്ലല്ലോ, പിന്നെ ചുമ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാ. ബിരിയാണി ഒന്നും വേണ്ട. അല്ലെങ്കിൽ ബിരിയാണി ആകുമ്പോ കഴിക്കാം. ചുമ ഉണ്ടല്ലോ ഭാവിക്ക്. ഇല്ലേ, വീട്ടിൽ പോവേ. എന്താ വേണ്ടാത്ത? നമുക്ക് വീട്ടിൽ പോവാം. ചുമ ഉണ്ടല്ലോ. അതിന് വെറുതെ ആശ കൊടുക്കല്ലേ, അവസാനം പോകേണ്ടി വരും. അപ്പുറത്തുള്ള ഒരു ടാങ്ക് കെട്ടിയപ്പോൾ പൊളിച്ചു വെച്ചതാണ് ചുമരിന്റെ മുകളിൽ പോഷൻ, താഴത്തുള്ള ഈ പോഷൻ. അപ്പോൾ അവരോട് തന്നെ സിമെന്റ് ഇട്ട് തരാൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണമല്ലോ കുറയ്ക്കാൻ. അതുപോലെ ഇവിടെയുണ്ട്. ഇത് 3 നേരം നമ്മൾ വെള്ളം ഒഴിക്കാറുണ്ട്. കിടന്നിട്ട് ഉറക്കട്ടെ. സിമെന്റ് ഇട്ടുകൊണ്ട് എത്ര വെള്ളം ഒഴിക്കണോ അത്രയും നല്ല സ്ട്രോങ് ആവും. ഇതിൽ അവിടുന്ന് പോരുമ്പോൾ ഇവിടെ വരെ ഉറങ്ങണം മുതലാ. നേരെ സോഫ കണ്ടപ്പോൾ ഒറ്റ ഉറക്കം. ഇതാടക്കണം ഉറങ്ങി. ഉറങ്ങിയ കുട്ടികളെ ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇല്ല ഇല്ല ഉറങ്ങിണു. ഉറങ്ങി കാലൊക്കെ അങ്ങനെ ആട്ടുമൊക്കെ ചെയ്യും കേട്ടോ. ഉറങ്ങിയ കുട്ടികൾ ശരിക്കും ഉറങ്ങിണു. ഉറങ്ങേണ്ട നേരത്തെ മുള്ളാണെങ്കിൽ ശരിക്കും കിടന്ന് ഉറങ്ങിക്കോളൂ. ഐ വിൽ ഷോ യു വൺ തിങ് ബേബി. Come here. This sambar is a specialty. ഒരു സ്പെഷ്യൽ സാമ്പാറാ, you know? കൊളായോ? എന്ത് ഇങ്ങനെ ചോദിക്കണേ? ഇല്ല, അങ്ങനെയല്ല പറയാ. സ്പെഷ്യൽ ആണ്, ഡിഫറെന്റ് ആണ്. ഇയാളല്ലേ കഥ പറയാറ്? അന്ന് ഞാൻ കയറി വന്നപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനം കൂട്ടി നോക്കിയിട്ട് പറയാനുണ്ടോ? കഴിക്കുമ്പോ കൂട്ടാ. ഭയങ്കര ക്ഷീണുണ്ട്. അതിനകത്ത് പരിപ്പില്ല. ഏതൊരു കുട്ടിക്ക് വലിയ സുഖമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താ സംഭവം? കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അവന്റെ പേര് പറയാൻ കഴിയാത്തൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞത്. മെന്റലി റിട്ടാർഡഡ് സ്റ്റുഡൻസ് വന്ന് എഴുതും, അവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു ടീച്ചറിനെ അടുത്ത് വെച്ച് ടീച്ചേഴ്സ് ആ സബ്ജക്റ്റോ അല്ല സബ്ജക്റ്റ് അറിഞ്ഞവരോ വന്ന് എഴുതി കൊടുക്കും, പാസ്സാക്കി വിടും. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കേണ്ടതാണ്, ഇവിടെ മാത്രമല്ല. സ്ക്രൈബ് ഡ്യൂട്ടി എന്ന് പറയും. അതിന് തീരെ വയ്യല്ലേ? ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടികളുണ്ടാവും, പിന്നെ നടക്കാൻ വയ്യാത്തവര്, അങ്ങനത്തെ ഉണ്ടാവൂല്ലോ, ഹാൻഡിക്യാപ്ഡ്. ഇത് മെന്റലി റിട്ടാർഡഡ് കേസസ് ആണ്. അയ്യോ, ഇന്ന് 4-5 കുട്ടികളെ കണ്ടു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കണ്ടിട്ട്. അവന്മാരെ പേര് പോലും പറയാൻ അറിയുന്നില്ല. പറയാൻ വയ്യ, അറിയില്ല. പാരൻസിന് എത്ര സങ്കടം ഉണ്ടാവും. അവരൊക്കെ വെയിറ്റ് ചെയ്യുക പുറത്ത് എക്സാം എഴുതി കഴിയാൻ വേണ്ടി, കൂടെ കൊണ്ടുപോകാൻ. അതിൽ വയ്യ, എനിക്കിട്ട് ഡിസ്കസ് ചെയ്യാൻ വയ്യ. ഭയങ്കര എമോഷണലായി എനിക്കത് കണ്ടിട്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കത്. അങ്ങനെ സുഖമില്ലാത്ത കുട്ടികളുണ്ട്. ഇതിപ്പോ എല്ലാവർക്കും എഴുതി കൊടുക്കും. ഇപ്പൊ കൈയൊക്കെ ഒടിഞ്ഞാല്, നടക്കാൻ വയ്യാത്തവര്, എഴുതാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എഴുതി കൊടുക്കാം. ആക്സിഡന്റ് ആയി ആണിത്, അത് വേറെ. നമുക്ക് വയ്യ. ഇത് ബുദ്ധി വളർച്ച ഇല്ലാത്ത കുട്ടികൾക്ക് അവരുടെ പേര് അവർക്ക് പോലും അറിയില്ല. എടാ എന്താടാ സബ്ജക്റ്റ്, എന്താ എക്സാം വരുമ്പോൾ പ്ലസ് ടു ആ ശബ്ദം പുറത്ത് വരുന്നില്ല ആ കുട്ടിക്ക്.
പിള്ളേരെ എത്തിയോ? ആ ഇയാളുടെ ട്യൂഷനുള്ള സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. ക്ലാസ് വിടാൻ പോലും സമയമില്ല. ഇനിയിപ്പോൾ 9-9:30 ആവണം ഒരു വീട്ടുകൊണ്ട് പോവാൻ. കഴിച്ചിട്ട് പോലും ഇല്ല. കഴിക്കാൻ ഞാൻ ഉണ്ടാക്കി തരാം. ഇടയിൽ വന്ന് നമുക്കിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ കഴിച്ചിട്ട് പോക്കോ. ഇപ്പൊ കഴിക്കാം. ഒന്നും കഴിച്ചിട്ടില്ല. 12 മണിക്ക് കഴിച്ചല്ലേ. ഞാൻ ഉണ്ടാക്കി തരാമല്ലോ ദോശ. ഓക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ആ ചോറുണ്ടെങ്കിലും മതി. ചോറുണ്ടോളാം. മതിയോ? മുട്ട ഉണ്ടാക്കി തരുമോ? മതി. ആ സാമ്പാർ കൂട്ടിയിട്ട് കഴിച്ചു മതി. ചോറിന് ഇത്തിരി ഉണ്ടോളാം. കുട്ടിക്കുണ്ടോ അപ്പൊ? വെള്ളത്തിലിട്ട് കഴിഞ്ഞോ? അരി വാങ്ങിച്ചു ഉപ്പിടോ? വേണോ? അരി വാങ്ങിച്ചു ഉപ്പിടോ? എവിടെ വെച്ചിരിക്കുന്നത്? അരി ഇതിനകത്തല്ലേ കവറിനകത്തല്ലേ? കവറിലുണ്ടോന്നുണ്ട്. അവങ്ങളെ വരുവാങ്ങളെ പോണോ? എത്ര മണിക്കാണ് വിട്ടാണ് இன்னைக்கு நான் ஸ்கிரைப் டியூட்டி போனேன். நான் தான் எழுதி கொடுத்தேன் ஒரு பையனுக்கு. சரி நான் வரேன் படிச்சுட்டு. അവന്താ പറഞ്ഞ അവന് 2 മാർക്കേ മിസ്സായിട്ടുള്ളൂ ഇന്നത്തെ എക്സാമിൽ. 1 വേർഡ്സ് 19 കറക്റ്റായി, ഒരെണ്ണം തെറ്റ്. 2 മാർക്കിൽ 2-3 അറിഞ്ഞില്ല. ബാക്കിയൊക്കെ സൂപ്പറായി എഴുതി. ഞങ്ങൾക്ക് അഭിമാനിക്കാലോ ഇയാളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെയാ വന്നത്. ഇത് നോക്കി പോവാൻ പറഞ്ഞു. അതത് നോക്കി പോയി. അതന്നെ വന്നിട്ടുണ്ട്. ഞാനാണല്ലോ എഴുതി കൊടുത്തേക്ക് അറിയാലോ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടുല്ലോ. ഭയങ്കര ഈസിയാ. സെന്റൻസ് കോഡിങ് അമ്മ പഠിപ്പിച്ച പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ. മാർക്ക് കിട്ടട്ടെ. അവര് പറയണ്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ട് കേട്ടാ. എന്താ പറഞ്ഞ ഇന്ന് പോയില്ല. ഇന്ന് വൈകുന്നേരമല്ല പോയത്. ശനിയാഴ്ച ഞാൻ കുറച്ച് ലേറ്റായല്ലോ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഇവരെ ക്ലാസ് മിസ് ഉണ്ട്, എക്കണോമിക്സ്. അവരാണ് ക്ലാസ് ടീച്ചർ ഇരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ പറയത്ര എൻ്റെ പരീക്ഷയാണല്ലോ തിങ്കളാഴ്ച. അപ്പോൾ ഞാനാണ് അവിടെ ഉണ്ടാവേണ്ടത്. 5 മിനിറ്റ് വൈകി. അപ്പോൾ ആ മിസ്സാണ് അവിടെ പോയി ഇരുന്നത്. അപ്പോൾ പിള്ളേർ പറയാണ്, മിസ് നിങ്ങളെന്താ അവിടെ വന്നിരിക്കുക? ഞങ്ങളുടെ മിസ്സിനെ വിളിക്കും, അവർ വന്ന് ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ ക്ലാസ് കയറുമ്പോഴേക്കും ആ മിസ്സ് കണ്ടോ ഞങ്ങളുടെ മിസ് മതി, ഞാനൊന്നും വേണ്ട പറ്റണക്ക്, നിങ്ങളെ മതി, ഞങ്ങളുടെ മിസ്സിനെ വിളിക്കും, ഞങ്ങളുടെ മിസ്സിനൊക്കെ ചിരിക്കണോ. ആ ടീച്ചർ പറയാം എൻ്റെ അടുത്തേ. എന്നിട്ട് ആ മിസ് ഇന്നും കൂടി പറഞ്ഞു ആ പിള്ളേർ എന്താ ചെയ്ത് വായിക്ക് ഇതാക്കിയെന്ന് അറിയില്ല. ഇവരെന്നെ വേണ്ടു പിള്ളേർക്ക്. എന്നിട്ട് ആ പിള്ളേർ പറയാണ് എക്കണോമിക്സ് റിവിഷൻ ഒരു ദിവസം പോലും ഞങ്ങൾ ഉണ്ടാവില്ല അവിടെ. കമ്പ്യൂട്ടറിന് പോകില്ല. നിങ്ങളുടെ മാത്രമേ കമ്പ്യൂട്ടറിന് ഞാൻ വരില്ല. എക്കണോമിക്സ് ഞങ്ങൾ ഉണ്ടാവില്ല. കോമേഴ്സ് അക്കൗണ്ട്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ സബ്ജക്റ്റാണ്. നിങ്ങളെയും ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ വരും. ഇതിപ്പോൾ എന്നെ പൊക്കണതാണോ ഉള്ളത് പറയാണോ സർക്കാസം അറിയില്ല കേട്ടോ. പക്ഷെ വന്നു ഇന്നലെ പിള്ളേർ. സൺഡേ ആയിട്ട് പോലും 4 പേരേ ഉള്ളൂ വരാത്തത്. ബാക്കിയെല്ലാം വന്നിരിക്കണു. പിള്ളേർ വരില്ല ഞാൻ വിചാരിച്ചു. എല്ലാം വന്നിരിക്കണു. ഇപ്പോൾ എക്കണോമിക്സ് ആണ് ഇപ്പോൾ അടുത്ത സബ്ജക്റ്റ്. നോക്കാം നാളെ എത്ര പേര് വന്നു നമുക്ക് അറിയാലോ. അപ്പം അതിനനുസരിച്ച് അറിയാലോ അവർ ഉള്ളതാണോ പറയുന്നില്ല സർക്കാസാണോന്ന്. നല്ല രസമുണ്ട് കേട്ടോ. പരിപ്പില്ലാത്ത സാമ്പാറിന് അതേ ടേസ്റ്റ്. ഇതെങ്ങനെ പരിപ്പില്ലാതെ ഉണ്ടാക്കിയ? എന്തായാലും പകരട്ട് നല്ല രസമുണ്ട്. ഇഷ്ടമായി. താങ്ക് യു. എക്സാം ഡ്യൂട്ടിയും ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് നല്ല ടയേർഡാവും. ഇതാണ് പിന്നെ അവസ്ഥ, കിടപ്പ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.